ഹേ ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം നമ്മൾ ഇന്നലെ മുതൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളെല്ലാവരും വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കാര്യമായ രീതിയിലൊന്നും ഫുഡ്, അതായത് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഇന്നലെ എടുത്തില്ല. അപ്പം ഇന്നതെന്തായാലും കറക്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ബാഗിലിട്ടു. അപ്പം ഇപ്പം ഏകദേശം സമയം 4 മണിയായി. നമ്മൾ ജിമ്മിലേക്ക് ഇറങ്ങുക. അപ്പം ഇന്നത്തെ വർക്കൗട്ട്, ഇന്നലെ നമ്മൾ ആംബുലൻസ് പോയി, അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ മിണ്ടാണ്ടിരുന്നത്. അപ്പം നമ്മളിന്ന് ഇന്നത്തെ വർക്കൗട്ട് എന്ന് വെച്ചാൽ ബാക്കും ബൈസെപ്സും ആണ്. അത് ഫുൾ ബോഡി ആയതുകൊണ്ട് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ചിലപ്പോൾ അതിനിടയ്ക്ക് ഷോൾഡറും ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ നേരെ ജിമ്മിലെത്തിയിട്ട് വാംപ്പ് ചെയ്യാം. വാംപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കൗട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ജിമ്മിലേക്ക് ഇറങ്ങുമ്പോൾ മഴക്കുള്ളൊരു പ്രത്യേക സൂക്കേടാണ്. ഞാൻ ഇറങ്ങുന്ന സമയം നോക്കി മഴ പെയ്യും. എന്താണെന്നറിയില്ല, ഇങ്ങനെ ഇന്നലെയും അങ്ങനെ, നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെയും എങ്ങനെയാണ്. നമ്മളെന്തായാലും പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് പോകുന്നുണ്ട്. നമ്മളെന്തായാലും നേരെ ജിമ്മിലേക്ക് ഇറങ്ങാം. ഓക്കെ, നേരെ പോവാം, വണ്ടി എടുത്ത് പോവാം. വേഗം പോകാതായിരിക്കും നല്ല, കാരണം എന്ന് വെച്ചാൽ ലേറ്റായി, അല്ലെങ്കിൽ മഴ നല്ല വൃത്തിക്ക് പെയ്യും. എന്താ ഇപ്പോൾ പെയ്യാൻ തുടങ്ങി. നമ്മളങ്ങനെ ജിമ്മിലെത്തി. നമുക്കെന്തായാലും കയറാം. മഴ ഫുള്ള് നനഞ്ഞെന്ന് വെച്ചാൽ പകുതിയിലധികം നനഞ്ഞു. ഒടുക്കത്തെ മഴ. നമ്മളങ്ങനെ ജിമ്മിലെത്തി. ഓക്കെ, നമ്മളെ ഷൂ ഇവിടെ വെക്കൽ ഡെയിലി, കാരണം എന്ന് വെച്ചാൽ ഇപ്പം മഴയാണ്, നല്ല മഴ വെച്ചാൽ നല്ല മഴ. ഇപ്പം ഞാൻ തന്നെ പകുതി മഴയത്ത് കുളിച്ചിട്ടാണ് വന്നത്. അത് പെട്ടെന്ന് പെയ്തതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് പെയ്തു. എന്തായാലും നമുക്ക് ഷൂ ഇടാം. മഴ ഫുള്ള് കൊണ്ട് വെച്ചാൽ നിങ്ങൾ ടീഷർട്ടൊക്കെ തിരിയും, എല്ലായിടത്തും വേറെ വേറെ കളറാണ്. നമുക്കിനി വാംപ്പ് ചെയ്യാം. അപ്പം ജിമ്മിൽ നിന്ന് പാട്ട് വെച്ചില്ല, കാരണം എന്താ വെച്ചാൽ 4 മണി സമയത്രേ, 4:15, അതായത് എല്ലാവരും വരുന്ന സമയത്തെ അധികം പാട്ട് വെക്കാറുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഇരിക്കുന്നത് വെച്ചാൽ വാംപ്പ് ഏരിയയിലാണ്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും വാംപ്പ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ വാംപ്പ് ഏരിയ. ഓക്കെ, നമ്മളിന്നലെ വാപ്പിന് അധികം കാണിച്ചില്ല, അപ്പം ഇന്ന് കാണിക്കുന്നത് വിചാരിക്കുന്നു. ഓക്കെ, ചൂട്. അത്രേ പോകുന്നില്ല. ഇതിനേക്കാളും കൂടുതൽ വേണം, അതാണ് പ്ലാൻ. ഞാൻ പുഷപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാകും, വയറ് നല്ലോണം കൂടിയിട്ടുണ്ട്. മറ്റേ ബോട്ടിലും ഇതെടുക്കാം, നേരെ വർക്കൗട്ട് വെച്ച് അങ്ങോട്ട് പോകും. ഓക്കെ, നമ്മളെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് പുള്ളപ്പാണ്. അപ്പം പുള്ളപ്പ് നമ്മൾ, അതായത് വെയിറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് പുള്ളപ്പ് ചെയ്യുക. അപ്പം ഞാൻ മെഷീൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പുള്ളപ്പ് ചെയ്യുന്ന മെഷീൻ. ഇതിലിങ്ങനെ കയറിക്കാം, അതിലിങ്ങനെ ആക്കാം, ഫുള്ള് വിടും. പോവാം. ഈ മെഷീൻ നമ്മളെ പുള്ളപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത്
ഇതിൻ്റെ താഴെയുണ്ട് വെയിറ്റഡ് ഉണ്ട്. അപ്പം വിഷയം നമ്മളെ നല്ല രീതിക്ക് പുള്ളപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് പുറത്ത് നോക്കി കാണും നല്ല മഴ വെച്ചാൽ നല്ല മഴ. നമ്മൾ കയറുമ്പോൾ മഴയുണ്ടായിരുന്നു, അപ്പം മഴ കൂടി. സോ അതെന്തായാലും അടുത്ത് സെറ്റ് ചെയ്യാം. സോ നമ്മളെ അടുത്ത വർക്കൗട്ട് വെച്ചാൽ ടീ ബാർ. അപ്പം ഇതിൽ നമ്മൾ ഓൾറെഡി ഒരു 10 ഇട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും ടവൽ ഇരിക്കാം, ടവൽ യൂസ് ചെയ്യാം വർക്കൗട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ചെസ്റ്റ് അപ്പ് ചെയ്യാം, എന്നിട്ട് ടീ ബാർ എടുക്കാം. ഓക്കെ, ജസ്റ്റ് പോവാൻ. അതായത് നമ്മളെ കൈയെല്ലാം മുമ്പോട്ട് പോകണ്ടേ. ബാക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ ആ മസിലാണ് ബാക്കോട്ട് പോകേണ്ടത്. ഓക്കെ, കൈയല്ല, കൈ എത്തുന്നതിന് മുമ്പേ നമ്മളെ ബാക്ക് എത്തണം. ഓക്കെ, സോ നമ്മൾ 12 ക്ലീൻ റെപ്സ് അടിച്ച്. അപ്പോൾ നമുക്കൊരു 5 കൂടെ കൂട്ടാൻ തോന്നും. ഓക്കെ, 5 കൂടെ കൂട്ടാം. നേരത്തെ ജിമ്മൊക്കെ ഒരു എണ്ണായി കാണിച്ചാൽ മഴ എന്നൊക്കെ പറഞ്ഞാൽ നല്ല മഴയാണ്, അത്രയും മഴയുണ്ട്. സോ നമുക്ക് ഇത് ഏകദേശം ഇനി ലാസ്റ്റ് സെറ്റും കൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി ചെയ്യാം. അടുത്തത് നമുക്ക് സീറ്റഡ് റോ ആണ്. അപ്പം സീറ്റഡ് റോ ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട് സീറ്റഡ് റോ ആണ്. അപ്പം ഇതാണ് സീറ്റഡ് റോയിൻ്റെ അതുപോലെ ഫുൾ ഡൗൺ മിഷൻ. സോ നമുക്ക് എന്തായാലും സീറ്റഡ് റോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് 2 മിനിറ്റാണ് നമ്മൾ വർക്കൗട്ടിൻ്റെ എടുക്കുന്നത്, പിന്നെ റെസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 2 മിനിറ്റ് ഏകദേശമായി. നമ്മളെ ഓരോ സെറ്റിന് എടുക്കാം. അതായത് ഓരോ സെറ്റ് കഴിഞ്ഞോടെ നമ്മൾ 2 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണം. പിന്നെ നമ്മൾ ഇട്ട വെയിറ്റെല്ലാം, അതായത് എവിടെ നിന്നാണോ വെയിറ്റ് എടുത്ത് അവിടെ കൊണ്ടുപോകണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട്, അതായത് ബാക്ക് വർക്കൗട്ടിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട്. സോ നമ്മൾ വെയിറ്റിങ്ങിന് പിടിക്കാം. 2 3 4 ചത്ത് ബൈസിന് കൊടുക്കണ്ടേ. നമുക്ക് സ്ട്രെയിറ്റ് ബാർ സ്റ്റാർട്ട് ചെയ്യാം. എത്ര എടുക്കുക? നമ്മൾ കുറേയായി ബൈസെപ്സിന് കളിച്ചിട്ട്, അപ്പം നമുക്ക് 10 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1 2 3 4 5 6 7 അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ബൈസെപ്സ് നല്ല കമ്പായി, എല്ലാം വെച്ച് നല്ല കമ്പ്. എല്ലാം അത്ര വലിയ കമ്പായിട്ടാ, എന്നാലും ഏകദേശം ഇല്ലേ, ഏകദേശം കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ബൈസെപ്സ് ട്രെയിൻ ചെയ്യുന്നത്. നമ്മളെ നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് വെച്ചാൽ ഹാമർ കർൾ. നമ്മൾ റോപ്പിലാണ് കൊടുക്കുന്നത്. 20 പേരുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ഒന്നുകൊണ്ട് എടുക്കാം. 12 കഴിഞ്ഞു. അയ്യോ സത്ത്. നമ്മളെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക്. അപ്പം നമ്മൾ ഷൂ ഇടാൻ തന്നെ വെക്കുന്ന മഴയുണ്ട്. ഓക്കെ, സോക്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. സോക്സ് നമ്മൾ 2-3 പെയറിലുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ അലക്കും. ഓക്കെ, സോ അപ്പം ഷൂ എന്തായാലും നമുക്ക് ഇടാക്കാം.
നമ്മൾ വർക്കൗട്ടിൻ്റെ അടുക്കും അതുപോലെ തന്നെ വർക്കൗട്ട് കഴിഞ്ഞിട്ടും അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കുടിക്കണം. 3-4 ലിറ്റർ കുടിക്കണം. ഓക്കെ, സാധാരണ ഒരാൾ 3-4 ലിറ്റർ കുടിക്കണം. അതായത് ജിമ്മിന് വരുന്നവർ മാത്രമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. നമ്മൾ വാട്ടർ ബോട്ടിലും ടവലും പിന്നെ നമ്മൾ ഇപ്പുറത്തെ സെപ്പറേറ്റ് കള്ളിയിലാണ് നമ്മൾ സോക്സ് വെക്കുന്നത്. ഓക്കെ, സോക്സും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിറങ്ങാം. ഷൂ എന്തായാലും നമുക്ക് ഇടാക്കാം. നമ്മളെ വർക്കൗട്ടും കാര്യങ്ങളും കഴിഞ്ഞു. ഞാൻ വെച്ച് പെട്ടെന്ന് നോക്കുമ്പോൾ വണ്ടി കാണുന്നില്ല. ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പം നല്ല മഴയൊന്നും കഴിഞ്ഞിട്ടില്ലേ. സോ നമുക്ക് എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം നമ്മളതും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകും. അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങുക. ഓക്കെ, സോ നമുക്കിനി വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോകാം. നല്ല ടയർഡാന്ന് വെച്ചാൽ നല്ല ടയർഡായി ഗൈസ്. അപ്പം നമ്മൾ തിരിച്ചെത്തി. അപ്പം 4:15 നമ്മൾ ജിമ്മിന് പോയി. കറക്റ്റ് 5:59, അതായത് ഓൾമോസ്റ്റ് 6 മണിയായി നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ 1.25 മണിക്കൂർ എടുത്തു നമ്മളെ വർക്കൗട്ടും അതുപോലെ തന്നെ നമ്മളെ വ്ളോഗ് എടുക്കുന്നതും ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ ഇത്ര ടൈം എടുത്തു എന്ന് ചോദിച്ചാൽ മറ്റൊന്നേ പറയാനുള്ളൂ. നമ്മളെ വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലും ക്യാമറ ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണം. അതിനടുത്ത് റെസ്റ്റ് ചെയ്യണം, അതിനടുത്ത് വർക്കൗട്ട് ചെയ്യണം, അതിനിടക്ക് നമ്മളെ പരിചയമില്ലാരെങ്കിലും വന്ന് അവരോട് സംസാരിക്കണം. അങ്ങനെയൊക്കെ ടൈം പോകും. അതുപോലെ തന്നെ അതിനകത്ത് വെള്ളം കുടിക്കണം. ഓക്കെ, അപ്പം അതിനിടക്ക് മറ്റുള്ളവരെ വർക്കൗട്ടിനെയും കൂടെ നമ്മൾ മാനിക്കണം. അതായത് നമ്മളെ സ്വന്തം കാര്യം ചിന്താവാന്നാക്കിയിട്ട് നടക്കരുത്. സോ നമ്മൾ മറ്റുള്ളവരെ വർക്കൗട്ടിനെയും കൂടെ മാനിക്കണം. അവർക്കും വർക്കൗട്ട് ചെയ്യാനുണ്ടാവും. അപ്പം നമ്മൾ ഒഴിഞ്ഞു മാറി കൊടുക്കണം. ഓരോ തവണ നമ്മളെ ട്രൈപോഡിൻ്റെ ആംഗിൾ തിരിക്കണം. അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ നമ്മൾ വ്ളോഗ് ചെയ്യണം. ഓക്കെ, നമ്മൾ ചെയ്യുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കരുത്. ഓക്കെ, അപ്പം ഇന്നത്തെ വ്ളോഗ്, അതായത് നമ്മൾ Day 2, അതായത് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ ഇതിലും നല്ല വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ.